8 ജനുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിലേറ്റീവ്ലി ടോപ്പിക്സ് കുറവാണ്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റ് ഔട്ട് ബ്രേക്സ് ഓഫ് ബേർഡ് ഫ്ലൂ ഇൻ കേരള റിക്വയർ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബേർഡ് ഫ്ലൂ ഔട്ട് ബ്രേക്ക്, ഈ പക്ഷിപ്പനി പോലുള്ള പക്ഷികളെ ബാധിക്കുന്ന, ഡക്സിനെയൊക്കെ ബാധിക്കുന്ന രോഗങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതാണ്. കാരണം 3 മാസത്തിനിടയ്ക്ക് 2-3 തരം ഇൻഫെക്ഷൻസ് വരുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് വെച്ചാൽ, ഒന്ന് അത് ആ പൗൾട്രി ഫാമിങ്ങിനെ ബാധിക്കും, ലൈവ്ലിഹുഡിനെ, ഉപജീവന മാർഗ്ഗത്തെ ബാധിക്കും. 2 ഈ പറഞ്ഞ പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റ് സ്പീഷീസിന് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആയിരിക്കും. പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വരും. അത് 2 കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത്. റാംസർ സൈറ്റ് നീഡ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് എപ്പിഡോമോളജിക്കൽ സ്റ്റഡീസ്. ഇൻവെസ്റ്റിഗേഷൻസ് റിക്വയർഡ് ഓൺ വെദർ contamination occurs through soil, water and if there is any change in salinity and pH level of water and soil over the period. അപ്പോൾ ഇതിൽ ഒരുപാട് റിസർച്ച് ആവശ്യമാണ്. കാരണം 4 മാസത്തിലേക്ക് 3 തവണ ഇൻഫെക്റ്റഡ് ആവുക എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കേണ്ടതാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാതരം റിസ്ക്കും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടതാണ്. Frequent outbreaks of avian flu in Kerala have critically hit the poultry industry and livelihood of hundreds of farmers. 5 outbreaks have been reported in the last 3 or 4 months alone. 5 തവണയാണ് ഈ ബേർഡ്സ് ഇൻഫെക്റ്റഡ് ആവുന്നത് ഈ 3 മാസത്തിലടക്കത്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എക്സ്പെർട്സ് ഡിമാൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഉണ്ട് കൺട്രോൾ ദി ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് പെട്ടെന്ന് തന്നെ. മൈഗ്രേറ്ററി ബേർഡ്സ് എന്നാണ് ഇത് പകരുന്നതെന്ന് പറയുന്നു. അതായത് കോൺടാക്ട് വിത്ത് മൈഗ്രേറ്ററി ബേർഡ്സ് ഇസ് ലൈക്ലി ദ ട്രിഗർ ഫോർ കറണ്ട് ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നു. ഇതിൽ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, കേരളാസ് വെറ്റ്ലാൻഡ് വിച്ച് ഹാബിറ്ററ്റ്സ് മോർ ദാൻ 80% ഓഫ് ഡക്ക് പോപ്പുലേഷൻ ആർ അണ്ടർ ദ ത്രെറ്റ് ഡ്യൂ ടു ഔട്ട് ബ്രേക്ക് ഓഫ് ബേർഡ് ഫ്ലൂ. Many of the wetlands come under Ramsar sites and with rich biodiversity. Kuttanad area Ramsar site is under the constant threat of avian influenza. വെറ്റ്ലാൻഡ് തണ്ണീർ തടാകമായിട്ടുള്ള കുട്ടനാട്ടിലൊക്കെ വളരെ റിച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് അനിമൽ പോപ്പുലേഷൻ ഉണ്ട്. അതിൽ തന്നെ 80% ഓഫ് ദ ഡക്ക് പോപ്പുലേഷൻ അണ്ടർ ത്രെറ്റാണ്. കാരണം എന്താ, ഇടക്കിടക്കുള്ള ഏവിയൻ ഇൻഫ്ലുവൻസയാണ്. ദർ ഈസ് നോ എഫക്റ്റീവ് വാക്സിനേഷൻ അഗേൻസ്റ്റ് ദ ബേർഡ് ഫ്ലൂ എന്നും പറയുന്നുണ്ട്. എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിനേഷൻ ഇല്ല എന്നും പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബേർഡ് ഫ്ലൂ, ഏവിയൻ ഫ്ലൂ. അതിനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് അതിൻ്റെ പോപ്പുലേഷനെയും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജീവിക്കുന്ന ഫാമേഴ്സിനെയും വല്ലാതെയധികം അഡ്വേഴ്സായി ബാധിക്കും. അടുത്തത് കേരള സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനെ കുറിച്ചുള്ളതാണ്. കേരള സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഡ്രോസ് ഇൻ ടു എ സ്പെക്ടാക്കുലർ ക്ലോസ്. The curtains came down on the 5-day art, music and dance extravaganza on the Saturday here with Kozhikode district clinching the Golden Cup to become the champions of 61st Kerala സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ ആരാണ് ചാമ്പ്യൻസ്? കോഴിക്കോടാണ് ചാമ്പ്യൻസ്. 61st കേരള യൂത്ത് ഫെസ്റ്റിവലാണ്. 5-day ഇവൻ്റ് ആയിരുന്നു. പാലക്കാട് ലാസ്റ്റ് ടൈം ചാമ്പ്യൻസ് ആയിരുന്നു, ഇത്തവണ 2ാമത്തെ പ്ലേസിനാണ്. പാലക്കാട് ദ ചാമ്പ്യൻ ഇൻ ദ ലാസ്റ്റ് 2 എഡിഷൻസ് ഹാഡ് ടു സെറ്റിൽ ഫോർ ദ 2nd place with 925 points. അപ്പോൾ ഇതാണ് കേരള സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ന്യൂസ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഒരു ഓർഗനൈസേഷനെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. MHA, Ministry of Home Affairs, declares Jaish Proxy PAFF a terror outfit. 2 men designated as terrorist. PAFF has been issuing threats to forces, political leaders and civilians working in Jammu and Kashmir. ജമ്മു ആൻഡ് കാശ്മീറായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ആര് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. എന്താ ഇതിൽ പ്രശ്നമുള്ളത്? എപ്പോഴും ത്രെറ്റ്സ് ഫോഴ്സസിനും പൊളിറ്റിക്കൽ ലീഡേഴ്സിനും സിവിലിയൻസിനൊക്കെ ത്രെട്ട്, അതായത് വധഭീഷണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു ഓർഗനൈസേഷനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനൊരു ലിസ്റ്റിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ടാണ്, PAFF. The Union Ministry has declared the People's Anti-Fascist Front, PAFF, a proxy outfit of the terror group Jaish-e-Mohammed, a terrorist organization. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈസ് XBB 1.5 സുപ്പീരിയർ ബൈൻഡിങ് കോസിങ് ഹയർ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ XBB 1.5 എന്ന് പറയുന്നത് എന്താണ്? പുതിയ വേരിയൻ്റാണ്, ഒമിക്രോണിൻ്റെ പുതിയ വേരിയൻ്റാണ്. അതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി, ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാനുള്ള ഒരു എഫിനിറ്റി എന്ന് പറയുന്നത് കൂടുതലാണെന്ന് പറയുന്നു. അതിൻ്റെ ഈസിനെസ് കൂടുതലാണെന്ന് പറയുന്നു. XBB 1.5 എന്ന് പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോവിഡിൻ്റെ പുതിയ വേരിയൻ്റ് ആണെന്ന് അറിയണം. ഇനി സ്പോർട്സ് ന്യൂസ് ആണ്. സൂര്യാസ് മെസ്മറൈസിങ് സെഞ്ചുറി ഹെഡ്ലൈൻസ് ഇന്ത്യ സീരീസ് വിൻ. അപ്പോൾ 3 മാച്ച് സീരീസ് ആയിരുന്നു T20, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ. അപ്പോൾ അത് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. 3ാമത്തെ കളി ഇന്ത്യ ജയിച്ചു. സൂര്യകുമാർ യാദവിന് സെഞ്ചുറി T20 ഉണ്ട്. ദ മിഡിൽ ഓർഡർ ബാറ്റിംഗ് കം അപ്പ് വിത്ത് an unbeaten 112 of 51 deliveries. His 3rd T20 100 to help the host set a daunting target. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കൊരു
ആധികാരികമായിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സീരീസ് തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. ബൈ, ടേക്ക് കെയർ. നമുക്ക് നാളെ കാണാം.